ഏവർക്കും സ്നേഹ നമസ്കാരം. ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഏവരും സുഖമായി സന്തോഷകരമായിരിക്കുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. ഏവരും സുഖമായി സന്തോഷകരമായി ഇരിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മളുടെ ചാനൽ നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല, ഷെയർ ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ ദയവായി ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും ശ്രമിക്കണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാനും മറക്കാതിരിക്കണം. കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അത് എന്തു തന്നെ ആയിക്കോട്ടെ, നെഗറ്റീവ് ആകാം പോസിറ്റീവ് ആകാം, അത് തീർച്ചയായിട്ടും നമുക്ക് അത്യന്താപേക്ഷിതമാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഒരു എയിം, ഒരു നിർദ്ദിഷ്ട ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ട്രാവൽ വിത്ത് സുനു സഞ്ചരിക്കുന്നത്. ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ നിസ്സീമമായ സഹായങ്ങൾ ആവശ്യമാണ്. എന്തു തരത്തിലുള്ള സഹകരണങ്ങളാണ് ആവശ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എനിക്ക് വേണ്ടത് നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനിലായിട്ടും ലൈക്കായിട്ടും ഷെയറായിട്ടും കമൻ്റായിട്ടുമാണ് നമുക്കത് ചെയ്യേണ്ടത്. നമ്മളെല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, കനകം മൂലം കാമിലി മൂലം കലഹം പലവിധ മുലക്കിൽ സുലഭം. കനകം മൂലം കാമിനി മൂലം കലഹം പലവിധം ഉലകിൽ സുലഭം. അതായത് നമ്മുടെ ഭൂമിയിലുണ്ടാകുന്ന മിക്കവാറുമുള്ള എല്ലാ കലഹങ്ങൾക്കും എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഒന്നുകിൽ കനകമാണ്, അല്ലെങ്കിൽ കാമിനിയാണ്. ഈ കലഹം ഉണ്ടാകുന്നതിന് കാമിനിയോട് ഉപമിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ കലഹത്തിനെ സ്ത്രീയോട് നമ്മൾ അല്ലെങ്കിൽ കമ്പയർ ചെയ്തിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയില്ല. നമ്മുടെ ചരിത്രപരമായിട്ടുള്ള എല്ലാ ചരിത്രങ്ങളും നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ റോമാ സാമ്രാജ്യം, പിന്നെ ഇംഗ്ലീഷ് കഥകളിൽ, അതല്ലെങ്കിൽ നമ്മുടെ ഭാരതീയ സംസ്കാരത്തിലുള്ള ധാരാളം കഥകൾ, മഹായുദ്ധങ്ങൾ, എല്ലാത്തിനെയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിനും അതിനകത്തൊക്കെ കണക്ട് ചെയ്തിട്ട് ഒരു യുവതിയുണ്ട്. ഒരു യുവതിയെ ചുറ്റിപ്പറ്റിയിട്ടാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ യുവതികളെ നിങ്ങളെ എന്താ പറയുക, അപഹസിച്ച് സംസാരിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഡിഗ്രേഡ് ചെയ്ത് പറയുക, അങ്ങനെയല്ല. നമ്മുടെ ചില കാര്യങ്ങൾ അങ്ങനെ തന്നെ ആയതുകൊണ്ട് ചില എക്സാമ്പിൾസ്, ചില ഡ്രാമകൾ, മിക്കവാറുള്ള ക്ലാസിക്കുകൾ, ഇതെല്ലാം അങ്ങനെ തന്നെയാണ് അതിൻ്റെ ബേസിൽ പറഞ്ഞു വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ആൾക്കാർ എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അതിനർത്ഥം എല്ലാ യുവതികളും കലഹപ്രിയരാണ്, അല്ലെങ്കിൽ കലഹം ഉണ്ടാക്കുവാനായിട്ട് അവർ മറ്റുള്ളവരെ എന്താ പറയുക, ഇങ്ങനെ ഇൻസ്പയർ ചെയ്യുന്നു അല്ലെങ്കിൽ പ്രചോദിപ്പിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ വളരെ റീസെൻ്റായിട്ട് നിങ്ങൾ കണ്ടിരുന്നു, ഈ തെരുവോരത്ത് ഭിക്ഷ യാചിച്ച് എനിക്ക് അന്നം കഴിക്കുവാനായിട്ട് എന്തെങ്കിലും തരണമെന്ന് പറഞ്ഞ് ഭിക്ഷ യാചിച്ച് നടക്കുന്ന ഒരു IT ടെക്നീഷ്യനെ, അതായത് കഴിഞ്ഞ വർഷം അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ്, കഴിഞ്ഞ വർഷമാണെങ്കിലോ വട്ടവർ ഇറ്റ് ഈസ്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് 4 ലക്ഷത്തിലധികം സാലറി ജർമ്മനിയിൽ ഫ്രാങ്ക്ഫർട്ടിൽ വാങ്ങിക്കൊണ്ടിരുന്ന, അതുപോലെ തന്നെ നമ്മുടെ ടെക്നോ വില്ലേജിൽ, നമ്മുടെ ബാംഗ്ലൂരിലുള്ള ജയനഗറിൻ്റെ അപ്പുറത്തുള്ള ടെക്നോ വില്ലേജിൽ ലക്ഷങ്ങൾ സാലറി വാങ്ങിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരൻ, വളരെ ബുദ്ധിയുള്ള, വളരെ എന്താ പറയുക, ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു IT ടെക്നീഷ്യനായിട്ടുള്ള ഒരാൾ ഇപ്പോൾ നഗരങ്ങളിൽ കൂടി തെണ്ടി നടന്ന് ഭിക്ഷ യാചിച്ചിട്ട് തനിക്ക് അന്നത്തിനുള്ള, എനിക്കൊരു റൊട്ടി മേടിച്ച് തരൂ, എനിക്കൊരു പഴം വാങ്ങിച്ചു തരൂ, ഒരു ചായ വാങ്ങിച്ചു തരൂ എന്ന് തെണ്ടി നടക്കുന്ന, അല്ലെങ്കിൽ അതുപോലെ ഇരന്ന് നടക്കുന്ന ഒരു ചെറുപ്പക്കാരനെ നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കും. കുറേ നാളുകൾക്ക് മുൻപ്, നിങ്ങൾക്ക് എത്ര പേർക്ക് ഓർമ്മയുണ്ട് എന്നറിയില്ല, കുറേ മാസങ്ങൾക്ക് മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഞാൻ വീഡിയോയുടെ കണ്ടൻറ്റ് ഞാനത് പറഞ്ഞിരുന്നു. ഞാൻ ഒരിക്കൽ യാത്ര ചെയ്തതിന് ശേഷം അതിരാവിലെ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഞാൻ വരുന്ന അവസരത്തിൽ, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ നാഗമ്പടത്തേക്ക് പോകുമ്പോഴേക്കും ഒരു 100-150 മീറ്റർ കഴിയുമ്പോൾ അവിടെ ഒരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിൻ്റെ കടത്തിണ്ണയിൽ ഒരു ചെറുപ്പക്കാരൻ, ഒരു പിഞ്ചി കീറിയ ഒരു നീല ജീൻസും സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു വൈറ്റ് ടീഷർട്ടും ഇട്ടിട്ട് ഒരു ചെറുപ്പക്കാരൻ അവിടെ കിടപ്പുണ്ടായിരുന്നു. മദ്യപിച്ച് ലെക്ക് കെട്ട രാവിലെ ആയിട്ടും അതിൻ്റെ ഇതിൽ ആണ് പുള്ളി അവിടെ കിടന്നിരുന്നത്. സമീപത്ത് 1-2 പട്ടികളുണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഛർദ്ദിച്ചിട്ട് ആ ഛർദ്ദിലിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ അവിടെ അപ്പോഴും ഒരു സ്ട്രീറ്റ് ഡോഗ് അവിടെ നിന്ന് നക്കി തുടച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. ഇയാൾ വളരെയേറെ, അതായത് മദ്യവും മയക്കുമരുന്നും കൂടെയൊക്കെ ഉപയോഗിച്ചിട്ടായേക്കാം, ഞാൻ അനുമാനിച്ചതാണത്. അങ്ങനെ ആ രീതിയിലേക്ക് നമുക്ക് നോക്കുമ്പോഴേക്കും നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ബോധമില്ലാതെ ബോധരഹിതനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഉന്നത കുലജാതനായിട്ടുള്ള, അല്ലെങ്കിൽ നല്ലൊരു ഫാമിലിയിൽ പിറന്ന ഒരാൾ. നമ്മളെ എത്രയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരാളെ കാണുമ്പോഴേക്കും ചില സ്ട്രക്ചറിൽ നിന്ന്, ചില മുഖഭാവത്തിൽ നിന്ന്, ചില സംഗതിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ചിലപ്പോൾ സാധിച്ചു എന്ന് വരും. അയാൾ ഒരു യാചകനായി വർഷങ്ങളായിട്ട് നടക്കുന്നയാളല്ല. അങ്ങനെ സർക്കംസ്റ്റൻസിൽ അങ്ങനെ ആ രീതിയിലേക്ക് വന്നിട്ട് അവിടെ ഞാനന്ന് ഒരിക്കലും അദ്ദേഹത്തെ യാചകനായിട്ടല്ല ഞാനന്ന് ചിത്രീകരിച്ചതും അങ്ങനെ പറയുകയും ചെയ്തത്. അദ്ദേഹത്തെ ഞാൻ പറഞ്ഞത്
ഒരാൾ ഛർദ്ദിച്ച് മദ്യവും മയക്കുമരുന്നോ മറ്റോ ഉപയോഗിച്ചിട്ട് റോഡോരത്ത് കിടക്കുന്നു എന്നായിരുന്നു ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞത്. നിങ്ങളിൽ എത്ര പേര് ആ വീഡിയോ കണ്ടിട്ടുണ്ടോ, എത്ര പേർക്ക് അതേക്കുറിച്ച് ഓർമ്മയുണ്ട് എന്ന് എനിക്കറിയില്ല. ഞാൻ അത് തികച്ചും യാദൃശ്ചികമായിട്ട് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇത് കാണാനിടയായി. അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ഇപ്പോൾ എനിക്കത് കമ്പയർ ചെയ്ത് കൂട്ടി വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, അദ്ദേഹം ബാംഗ്ലൂർ സ്വദേശിയാണ്. അദ്ദേഹം ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിലും അതുപോലെ തന്നെ നമ്മുടെ IT പാർക്കിലൊക്കെ വർക്ക് ചെയ്തയാളാണ്. നല്ല എഡ്യൂക്കേറ്റഡാണ്. നല്ല സാലറി വാങ്ങിച്ച് ജോലി ചെയ്ത ആളായിരുന്നു അദ്ദേഹം. പക്ഷേങ്കിൽ ജീവിതത്തിലെ ചില അപ്പ് ആൻഡ് ഡൗൺസ്, നമുക്കെല്ലാവർക്കും ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല എന്ന് നമ്മൾ പറയുന്ന പോലെ, പിന്നെ എന്താ പറയുക, രാജാവായി വാഴുന്നതിൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നത് സർവീശ്വരനാണ്. കാരണം നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പെട്ടെന്നൊരു ടേണിംഗ് പോയിൻ്റ് വന്ന് ആ രീതിയിലേക്ക് മാറുക എന്ന് പറയുന്നത് ചിലപ്പോൾ സംഭവ്യമായ സംഗതിയാണ്. നമ്മളൊരിക്കലും നമുക്ക് പ്രിഡിക്റ്റ് പോലും നമുക്ക് ചിന്തിക്കാനോ ഇമാജിനേഷൻ ചെയ്യാൻ പോലും സാധിക്കാത്ത സംഗതികളാണ് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നടക്കുന്നത്. ഇന്നലെ രാജാവായി ജീവിച്ച ഒരുത്തൻ ഇന്ന് ദരിദ്രനായിട്ട് തെരുവോരത്ത് ഭിക്ഷയെടുത്ത് നടക്കുന്നയാൾ, ജർമ്മനിയിലെ വലിയ കമ്പനിയിലെ വലിയ ഉദ്യോഗം വഹിച്ചിരുന്ന, വലിയ സാലറി വാങ്ങിയിരുന്നയാൾ ഇപ്പോൾ ഒരു നേരത്തെ അന്നന് വേണ്ടിയിട്ട് ഒരു ചെറുപഴത്തിന് വേണ്ടിയിട്ട് ഒരു ചായ കുടിക്കുവാനായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടുന്ന ഗതികേടിനെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അദ്ദേഹത്തിന് വിദ്യാഭ്യാസമുണ്ട്, വിവരമില്ലാഞ്ഞിട്ടല്ല, വിവരമുണ്ട്. വലിയ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഞാനന്ന് അദ്ദേഹം അവിടെ കിടന്നപ്പോൾ അദ്ദേഹത്തെ ഉണർത്തുവാനും അദ്ദേഹത്തിനെ സൈഡിലേക്ക് മാറ്റി പോകുവാനും ഒക്കെ കിടത്തുവാനായിട്ട് ഞാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞിരുന്നു, അന്ന് ആ സമയത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ സമീപത്ത് അദ്ദേഹം അവിടെ കിടന്നപ്പോൾ ഞാൻ അപ്പുറത്തെ കടലിലേക്ക് ചായ കുടിക്കാൻ വേണ്ടി ഞാൻ പോയിരുന്നു. അപ്പോൾ നമ്മുടെ പോലീസ് പെട്രോളിങ്ങിന് വേണ്ടിയിട്ട് ജീപ്പുകളൊക്കെ റോന്ത് ചുറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ടൊരു പോലീസ് പെട്രോളിങ്ങിൻ്റെ ജീപ്പ് അവിടെ നിർത്തുന്ന ഒരവസ്ഥയും ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അയാളെ നോക്കുകയും വിളിച്ച് എഴുന്നേൽപ്പിക്കുകയോ കൊണ്ടുപോവുകയോ വേറെ ഷട്ടറിലേക്ക് ഞാൻ അനുമാനിച്ചതാണ്. പിന്നീട് അദ്ദേഹത്തെ ഞാൻ തിരിച്ച് എനിക്ക് അരിയാസിലേക്ക് അവിടെ പോകേണ്ടിരുന്നത്. അതേ കൂടാതെ എനിക്ക് CMS കോളേജിൽ പോയിട്ട് ഞാൻ തിരിച്ച് വന്നപ്പോഴേക്കും അദ്ദേഹത്തെ ഞാൻ അവിടെ കണ്ടില്ല. അപ്പോൾ ഞാൻ അനുമാനിച്ചതാണ് ഒരുപക്ഷേ പോലീസുകാർ അദ്ദേഹത്തെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് മാറ്റിക്കൊണ്ടുപോയി ഷെൽട്ടറിലേക്ക് എവിടേക്കും കൊണ്ടുപോയി ഞാൻ അനുമാനിച്ചതായിരുന്നു. ഇതേക്കുറിച്ച് എൻ്റെ എന്താണെങ്കിലും ഞാൻ കുറേ നാൾ നിൽക്കുമ്പോൾ വീഡിയോ ഇട്ടിരുന്നതാണ്. അപ്പോൾ ആ വീഡിയോയുടെ തുടർച്ചയായിട്ട് നമുക്ക് ഇപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് ഏതാണെന്നൊന്നും എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ വീഡിയോ സോഷ്യൽ മീഡിയ വളരെയേറെ വൈറലായിട്ടുള്ള ആ ബാംഗ്ലൂരുകാരനായ ചെറുപ്പക്കാരനെ കുറിച്ച് അറിയാൻ സാധിച്ചപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും എനിക്ക് മനസ്സിൽ വിഷമം തോന്നി. കാരണം അദ്ദേഹം അത്രയും വലിയ ജോലിയുമായിട്ട് അവിടെ പോയപ്പോഴേക്കും അദ്ദേഹത്തിന് എന്ത് പറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വിശദമായിട്ട് അതിൽ ആ രീതിയിൽ അവർ പ്രതിപാദിക്കുന്നുണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിന് ഒരു കാമുകി ഉണ്ടായിരുന്നു. കാമുകിയുമായിട്ട് അദ്ദേഹത്തിന് ചില അസ്വാരസ്യങ്ങളുണ്ടായും. കാമുകി അദ്ദേഹത്തെ ഉപേക്ഷിച്ച് പോയപ്പോൾ അദ്ദേഹത്തിന് ചില മാനസിക ചില പ്രശ്നങ്ങളും മറ്റ് കാര്യങ്ങളും ഒക്കെ വന്നു. അദ്ദേഹം ജോലി ഉപേക്ഷിച്ചിട്ട് തിരിച്ച് ബാംഗ്ലൂരിലേക്ക് തിരിച്ചു വരികയുണ്ടായി. തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും മരണപ്പെട്ടു പോവുകയുണ്ടായി. ഇപ്പോൾ തീർത്തും ഒരു പർട്ടിക്കുലർ ട്രോമയിലേക്ക് അദ്ദേഹം പോവുകയുണ്ടായി. കാരണം ജീവിതത്തിൽ അദ്ദേഹത്തിന് ആരുമില്ല. അച്ഛനും അമ്മയുമായിരുന്നു ആകെപ്പാടെ ഉണ്ടായിരുന്നു. അവർ മരണപ്പെട്ടു പോയി. മറ്റുള്ള സാമ്പത്തികമായിട്ടുള്ള സ്രോതസ്സുകളൊക്കെ നിലച്ചു അവിടെയായിരുന്നു. പക്ഷേ പിന്നീട് അദ്ദേഹം അത്രയും നാൾ നല്ല സാലറി അവിടെ ജോലി ചെയ്തിട്ട് ആ പൈസയൊക്കെ എവിടേക്ക് പോയി, ആരാണ് ആ പൈസ കൊണ്ടുപോയത്, ആരിലേക്ക് ആ പൈസ ആരെങ്കിലും ഇദ്ദേഹത്തെ ചതിച്ചോ എന്നുള്ള കൂടുതലായിട്ടുള്ള വസ്തുതകളൊന്നും നമുക്കറിയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാമുകിയും അദ്ദേഹത്തെ ഉപേക്ഷിച്ച് പോയപ്പോൾ അദ്ദേഹം മാനസികമായി വളരെയേറെ തകർന്ന് തരിപ്പണമാകുകയും അദ്ദേഹം മദ്യത്തിലും മയക്കുമരുന്നിലും ഇങ്ങനെ അടിമയാകുകയും അതിൻ്റെ ആ ഒരു തീക്ഷ്ണമായിട്ടുള്ള ആ ലഹരിയുടെ നിറവിൽ അദ്ദേഹം മതിമറന്ന് പല സ്ഥലങ്ങളിലൂടെ അലഞ്ഞു നടക്കുകയും അങ്ങനെ അലഞ്ഞു നടന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം കേരളത്തിൽ വരികയും നമ്മുടെ കോട്ടയം റെയിൽവേ സ്റ്റേഷൻ്റെ സമീപത്തുള്ള ആ സ്ഥലത്ത് അദ്ദേഹം വൈകുന്നേരങ്ങളിൽ എപ്പോഴോ വന്നിട്ട് അവിടെ കിടന്ന് മദ്യപിക്കുകയോ മറ്റെന്തോ മയക്കുമരുന്നോ മറ്റോ ഉപയോഗിച്ചൊക്കെ ആകാം അവിടെ ഛർദ്ദിച്ച് ഒരു വല്ലാത്തൊരു കണ്ടീഷനിൽ അദ്ദേഹം ഞാൻ പറയുകയുണ്ടായി അവിടെ കിടക്കുകയായിരുന്നു. അദ്ദേഹം കിടക്കുന്നിടത്ത് ഞാൻ പറഞ്ഞു അടുത്ത് നിന്ന് തിരുവനായ്ക്കൽ അദ്ദേഹത്തെ നക്കുകയും അദ്ദേഹത്തിൻ്റെ അവിടെ കിടന്ന അവശിഷ്ടങ്ങൾ രാവിലെ ഞാൻ ഇവിടുന്ന് അതിരാവിലെയുള്ള വഞ്ചിനാട് എക്സ്പ്രസ്സിന് പോയിട്ട് കോട്ടയത്ത് ഇറങ്ങിയിട്ടാണ് ഞാൻ പോയത്. എനിക്കൊരാളെ മീറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നു CMS ജംഗ്ഷനിൽ പോയിട്ട്. അപ്പോൾ ഞാൻ അതിരാവിലെ ഞാൻ പോയതാണ്. അപ്പോൾ ആ അവസ്ഥയിൽ ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് അദ്ദേഹത്തെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, എനിക്ക് നല്ല പരിചയമുണ്ടല്ലോ. ചിലപ്പോൾ ഇനി എന്തെങ്കിലും 1% നമുക്കൊക്കെ മനുഷ്യരാണ്, നമുക്കൊക്കെ ചിലപ്പോൾ ചില തെറ്റുകൾ പറ്റിയെന്നിരിക്കും. ചിലപ്പോൾ അദ്ദേഹം അല്ലായിരിക്കാമെന്ന് അങ്ങനെ ഒരു പോസിബിലിറ്റീസ് 1% ഞാൻ അത് നിരാകരിക്കുന്നില്ല. പക്ഷേ എന്തു തന്നെയാണെന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ചെറുപ്പക്കാരെ അവരുടെ ജീവിതം
എല്ലാ സംഗതികളും ജീവിതത്തിൻ്റെ സർവ്വ സുഖങ്ങളിൽ നിന്നും സന്തോഷത്തിൽ നിന്നും അടിപതറി താഴേക്ക് പോയപ്പോൾ അദ്ദേഹത്തിന് കൈപിടിക്കുവാനായിട്ട്, അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുവാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞ ബാംഗ്ലൂരിലെ ചെറുപ്പക്കാരൻ്റെ വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അദ്ദേഹത്തിൻ്റെ കാമുകി അദ്ദേഹത്തിൽ നിന്ന് എല്ലാം കൈപ്പറ്റിയിട്ട് അദ്ദേഹത്തെ നിർദാക്ഷിണ്യം ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു എന്ന് പോയതാണ്. കാരണം ഒരുപക്ഷെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒപ്പം നിൽക്കുവാനായിട്ട്, അദ്ദേഹത്തിന് സ്ട്രെങ്ത് ആയിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ അദ്ദേഹത്തെ തിരിച്ച് കൊണ്ടുവരാനായിട്ട്, അങ്ങനെയുള്ള രീതിയിലേക്ക് വരുവാനാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു നല്ല കാമുകിക്ക് അല്ലെങ്കിൽ നല്ല സ്ത്രീക്ക് തീർച്ചയായിട്ടും സാധിക്കുമായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കാമുകി അങ്ങനെയുള്ള ഒരു ടൈപ്പ് ഓഫ് ഗേൾ ആയിരുന്നില്ല. കാരണം സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെട്ടു പോയി, യാതൊന്നുമില്ലാത്ത ജസ്റ്റ് ഒരു ജോലിയുമില്ല, ഒന്നുമില്ല, എല്ലാം നഷ്ടപ്പെട്ടു പോയി. വീണ്ടും അദ്ദേഹത്തെ കൈപിടിച്ച് ഉയർത്തി ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് തീർച്ചയായിട്ടും വളരെ മാനസികമായിട്ട് വളരെ വിശാല മനസ്ഥിതിയുള്ള ആൾക്ക് മാത്രമേ അതൊക്കെ തീർച്ചയായിട്ടും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ, ഞാൻ പൂർണ്ണമായിട്ടും അങ്ങനെ പറയുകയല്ല, ഇദ്ദേഹത്തിൻ്റെ ആ ഒരു പതനത്തിൻ്റെ പേരിൽ ഒരു പക്ഷേ തീർച്ചയായിട്ടും ആ ഒരു സ്ത്രീ ആയിരിക്കാം, അല്ലെങ്കിൽ അല്ലായിരിക്കാം. അതിലുപരിയായിട്ട് അദ്ദേഹത്തിൻ്റെ ആ മദ്യപാനാസക്തി അല്ലെങ്കിൽ മയക്കുമരുന്നാസക്തി ഇതൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നയാളല്ല. ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് ഇവരെല്ലാം എല്ലാവരും അകന്നു പോയപ്പോഴേക്കും, അച്ഛൻ മരിച്ചപ്പോൾ, അമ്മ മരിച്ചപ്പോൾ, തൻ്റെ എല്ലാമായിരുന്ന തൻ്റെ കാമുകി തന്നെ വിട്ട് അകന്നു പോയപ്പോഴേക്കും അദ്ദേഹത്തിന് സംഭവിച്ചത് മദ്യത്തിലേക്കും മയക്കുമരുന്നിലേക്കും അദ്ദേഹം ഇൻവോൾവ് ആവുകയും ജീവിതം എന്താണ്, എങ്ങനെയാണ്, താൻ ഏത് പരിസ്ഥിതിയിൽ ജീവിച്ചയാളാണ്, ഇപ്പോൾ താൻ ഏത് പരിസ്ഥിതിയിലാണ് ജീവിക്കുന്നത് എന്നുള്ള വിവേചന ബോധം പോലുമില്ലാതെ തെരുവുകളിൽ പോലും കൂടി ഇങ്ങനെ അലഞ്ഞു നടക്കുകയാണ്. എവിടെയെങ്കിലും ആരെങ്കിലും കുറച്ച് പൈസ കൊടുത്താൽ ഓടിപ്പോയി, ബാംഗ്ലൂരൊക്കെ ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട്, അവിടെ പോയി 10, 50, 100 കൊടുത്താൽ ഓടിപ്പോയിട്ട് അവിടെ പോയിട്ട് മദ്യം വാങ്ങിച്ച് കഴിക്കുക, അല്ലെങ്കിൽ മറ്റുള്ള മയക്കുമരുന്ന് ലഭ്യമാകുന്ന സ്ഥലങ്ങളിൽ അത് വാങ്ങിച്ച് കഴിക്കുക, വിശക്കുമ്പോൾ ആൾക്കാരുടെ മുന്നിൽ ഇങ്ങനെ ഇരുന്ന് നിൽക്കുക. അതുപോലെ തന്നെ ജയനഗറിലും ഇന്ദിരാനഗറിലും മജസ്റ്റിക്കിലുമൊക്കെയുള്ള ആ സമീപ പ്രദേശത്തുള്ള കടകളുടെ മുമ്പിൽ പോയിട്ട് ഇരുന്നിരിക്കുക, അവർ വലിച്ചെറിയുന്ന ഭക്ഷണം കഴിക്കുക. എത്ര ഒരു എൻജിനീയറുടെ ആ അവസ്ഥയാണ് ഇതൊന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. ഒരു എംടെക്കുകാരിയായിട്ടുള്ള ഒരു തിരുവനന്തപുരത്തെ ഒരു എംടെക്കുകാരിയായിട്ടുള്ള ഒരു യുവതി പ്രോസ്റ്റിറ്റ്യൂട്ടിൻ്റെ ജോലി ചെയ്യുവാനായിട്ട് കോഴിക്കോട് ചേക്കേറിയ കഥ ഞാൻ പറയുകയുണ്ടായി. പലരും അത് പരിഹസിച്ചും അപഹസിച്ചുമൊക്കെ പറയുകയും അവരെ വിധിയെ പഴിക്കുകയും അവർ ചിലപ്പോൾ അങ്ങനെ അത് ആഗ്രഹിച്ചുണ്ട് സുഖവും സന്തോഷവും തേടി പോയതായിരിക്കാമെന്ന് പല രീതിയിലുള്ള ധാരാളം തരത്തിലുള്ള കമൻറ്റുകളൊക്കെ അതിന് വന്നിരുന്നു. ഇതും അതുപോലെ തന്നെയുള്ള ഒരു എൻജിനീയറാണ്. അതിലുപരിയായിട്ട് വിദേശ രാജ്യത്ത് പോയിട്ട് 4 ലക്ഷത്തോളം രൂപ സാലറി വാങ്ങിയ ആളാണ്. എന്നിട്ട് എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ട് ഇപ്പോൾ തെരുവിൽ ഇങ്ങനെ അലഞ്ഞു നടക്കുന്നുണ്ട് എങ്കിൽ അതിന് നമ്മൾക്ക് ആരെയും കുറ്റപ്പെടുത്തുവാനായിട്ട് സാധിക്കത്തില്ല, വിധിയെ പഴിക്കുവാനായിട്ട് സാധിക്കത്തില്ല. കാരണം ചില സമയങ്ങളിൽ നമ്മളുടെയൊക്കെ അവസ്ഥ എങ്ങനെയാണ്, നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല നമ്മളുടെ ജീവിതം തിരിഞ്ഞ് മറിഞ്ഞു പോകുന്നത്. അതുകൊണ്ട് നമ്മൾ എത്രമാത്രം ഉന്നതിയിലുള്ള ആളുകളാണെങ്കിലും നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും എല്ലാം നമുക്ക് നമ്മുടെ കൈക്കുമ്പിളിൽ ലഭ്യമാണ് എങ്കിലും ഒരു നിമിഷം മതി ജീവിതം അടിതെറ്റി നമ്മളിൽ നിന്ന് അകന്നു പോകുവാനും നമ്മൾ സന്തോഷത്തിൻ്റെ, സംതൃപ്തിയുടെ, സമ്പന്നതയുടെ ആ ഉത്തുംഗ ശൃംഗത്തിൽ നിന്ന് താഴെ ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലേക്ക് വീഴുവാൻ ഇതൊരു നിസ്സാര കാരണം മാത്രം നമുക്ക് മതിയായിരിക്കും. അപ്പോൾ കനകമാണെങ്കിലും കാമിനിയാണെന്നുണ്ടെങ്കിലും മദ്യമാണെങ്കിലും മയക്കുമരുന്നാണെങ്കിലും ചേതോവികാരം അല്ലെങ്കിൽ അതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഇത് മനുഷ്യൻ്റെ ഒരു അവസ്ഥയാണ്. ട്രാവൽ ബിസിനസ് ഒരു സത്യം തേടിയുള്ള യാത്രയിൽ തീർച്ചയായിട്ടും ഞാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുവാനും അതിന് അത്തരത്തിൽ അടിമപ്പെടുന്ന ആളുകൾക്ക് വേണ്ട സംഗതികൾ എന്തെങ്കിലും നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്യുവാൻ, അല്ലെങ്കിൽ ഒരു ഷെൽട്ടർ ഹോമിലേക്ക് അവരെ ആക്കുവാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുവാനോ തീർച്ചയായിട്ടും ഒരു മനസ്സന്നദ്ധത നമ്മൾ കാണിക്കുക എന്ന് തന്നെ വലിയ കാര്യമാണ്. തീർച്ചയായിട്ടും അതിനുള്ള സൗകര്യങ്ങളും അതിനുള്ള സംവിധാനക്രമങ്ങളും ട്രാവൽ വിത്ത് സുനുവിനും ഉണ്ടാകട്ടെ എന്ന് ഞാൻ സ്വയം പ്രാർത്ഥിക്കുകയും അതിനായിട്ട് ഞാൻ എന്നെ തന്നെ സ്വയം പര്യാപ്തനാക്കുകയും അല്ലെങ്കിൽ പ്രാപ്തനാക്കുകയും ചെയ്യുവാനായിട്ട് വളരെ എളിയ തോതിൽ പരിശ്രമിക്കുകയും ചെയ്യുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും നിസ്സീമമായ സ്നേഹവും സഹകരണവും പ്രാർത്ഥനയും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു ചെറുപ്പക്കാർക്കും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരാൾക്കാരും തെരുവിലേക്ക് വലിച്ചെറിയപ്പെടാതിരിക്കട്ടെ, തെരുവിലിങ്ങനെ അലഞ്ഞു നടക്കാതിരിക്കട്ടെ, വിശന്ന് പ്രാണൻ പോയി തെരുവിൽ മറ്റുള്ള റൂമിൽ കൈനീട്ടി ജീവിക്കേണ്ട ഗതികേട് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങളാണെന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് മനുഷ്യത്വത്തിൻ്റെ ആ ഒരു രീതിയിലൂടെ അതിനെ നോക്കിക്കാണുകയും പരിഗണിക്കുകയും ചെയ്യണമെന്നുള്ള അപേക്ഷയോടുകൂടി തൽക്കാലം ട്രാവൽ സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ ഇന്നത്തെ ഈ അധ്യായം ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും
തീർച്ചയായിട്ടും സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായിട്ട് തീർച്ചയായിട്ടും ഞാൻ നാളെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. അതുവരെ ഏവരും സുഖമായി സന്തോഷമായി ഇരിക്കുവാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഓൾ.